ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഡേക്കാണ് ഗൈസ് എന്നാൽ പൂക്കളമിടാൻ. അപ്പം ഞാൻ ഇന്ന് കുറേ വെറൈറ്റി പൂക്കൾ കെട്ടിയിട്ട് ഗൈസ് കണ്ടു. ഇതേ റോസ് കട്ടിട്ടുള്ള റോസ് പൊളിച്ചിടും, പിന്നീട് പിങ്ക് റോസ്. തന്നെ സംഭവം താമര പോലെ അല്ലേ ഗൈസ്. പിങ്ക് റോസ്, ജമന്തി, ഇതെല്ലാം സ്ഥലം കണ്ടു. അടുത്ത പാട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്. ഗൈസ് അപ്പം ഇന്ന് മൂലക്കല്ലായതുകൊണ്ട് ഇതാണ് ഗൈസ് പാട്ടുമാണ്. ഇതേ ഞങ്ങളെ പൂക്കളൊക്കെ പിച്ച് ഗൈസ് ഇവിടെ ഇടാൻ പോണ ഗൈസ്. കുറവുള്ളൂ വെച്ചത് ഉണ്ടല്ലേ ഗൈസ്. റോസ് ആയിട്ടാണ് കൂടുതൽ. റോസ് കിട്ടാത്തതിൻ്റെ വിഷമമായിരുന്നു. മറിച്ച് റോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി റോസിൽ കുളിക്കാൻ പോവാ. ഫുള്ള് റോസാ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വരി വരിയായിട്ടുണ്ട്. അപ്പോഴതിന് നല്ല ഭംഗിയുണ്ടാവും. ഭംഗിയുണ്ട് അല്ലേ? കേൾക്കണ്ട എങ്ങനെ ഇട്ടാന്ന് മനസ്സിലായോ? ഓരോ മൂലയ്ക്ക് ഇങ്ങനെ 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 ഒരു വരിയായിട്ട് ചെറുതായിട്ട് വരി കാനം കുറച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു ഇത് അല്ലേ ഗൈസ്. ഇപ്പോൾ കണ്ടില്ലേ ഗൈസ്? ഇനി ഇതെൻ്റെ മണി ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പൂക്കള റെഡി. അതുണ്ട്, അത് വേറെ പൂവല്ലേ? ഇതെന്തിനാ ഇതിട്ട്? അത് റോസ് അല്ലല്ലോ, അത് ജമന്തിയാണ്. ഇതല്ലേ ഇത് ജമന്തിയാണ്. ബോട്ട എന്തായാലും പിങ്ക് അല്ല. ആ ഞാൻ റോസ് എടുത്ത് വെച്ചത്. ആ ഇഷ്ടംപോലെ ഉള്ളു റോസ് അല്ലോ എൻ്റെ ഉള്ളിൽ. നോക്ക് റോസ് മാത്രമേ ഉള്ളൂ. ഞാൻ റോസ് അല്ല എൻ്റെ റോസോ? റോസ് ഫുള്ള് മുമ്പേക്കും കുറേ വേണ്ടേ? ചെറുവനം കനം കുറച്ചിട്ടാൽ മതി. വലിയ വീതിയിലുണ്ട് കേട്ടോ, അപ്പം ഉണ്ടാവില്ല. ചെറിയ വീതി ഇട്ടാണ് ഗൈസ്. അപ്പം റെഡി ആയിട്ട് കാണാം ഗൈസ്. ബൈ. ഇതാണ് ഞങ്ങളെ പൂക്കളം ഫ്രണ്ട്സ്. അപ്പം ഞാൻ സെക്കൻഡ് പാർട്ട് ഇടുന്നില്ല. ഞാൻ അടുത്തത് ഷോർട്സിൽ വരുന്നതായിരിക്കും ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഫുൾ. ബൈ ഫ്രണ്ട്സ്, ടാറ്റ.